നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സിനദിൻ സിദാൻ ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ടെത്തുമോ? അദ്ദേഹം ആ ഒരു പൊസിഷൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെയൊക്കെ റിപ്പോർട്ടുകൾ വന്നതായിരുന്നു. പക്ഷേ ദിദിയർ ദഷാം അവിടെ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ ദഷാം പടിയിറങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അടുത്ത കോച്ചായിട്ട് സിദാൻ വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. ദഷാം ഇന്നും നാളെയോ പടിയിറങ്ങുന്നു എന്നല്ല പറയുന്നത്. അടുത്ത വേൾഡ് കപ്പോടുകൂടി താൻ ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമെന്ന് ദഷാം തന്നെ ഒഫീഷ്യലി നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ അതേ ദശാമിനോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, സിനദിൻ സിദാനാകുമോ അടുത്ത കോച്ച്? ലേക്കിപ്പുമായിട്ടുള്ള സംസാരത്തിൽ ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ദിദിയർ ദഷാമിനോട് ചോദിക്കുന്നു, സിനദിൻ സിദാൻ ആസ് നെക്സ്റ്റ് ഫ്രഞ്ച് ഹെഡ് കോച്ച് എന്ന് പറഞ്ഞുള്ള ചോദ്യമാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അടുത്ത ഫ്രഞ്ച് ഹെഡ് കോച്ചായിട്ട് സിദാൻ വരില്ലേ? അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി, വെൽ, ഹീ ഈസ് വെരി ഗുഡ് കാൻഡിഡേറ്റ്. തീർച്ചയായിട്ടും സിദാൻ ഈ ഒരു പരിശീലക സ്ഥാനത്തിലുള്ള മികച്ച കാൻഡിഡേറ്റാണ്. സിദാൻ ഒരു മികച്ച കോച്ചാണ്. അത്രയുമാണ് ഇപ്പോൾ ദിദിയർ ദഷാം പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ആളല്ലല്ലോ. അത് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും സിദാനും തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ നല്ല സാധ്യത തന്നെയാണ് ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത ഫ്രഞ്ച് കോച്ചായിട്ട് സിദാൻ വരുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 108 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ് സിദാൻ. 98 അവരുടെ വേൾഡ് കപ്പ് വിജയത്തിൽ സുപ്രധാന റോളും വഹിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കോച്ച് എന്ന രൂപത്തിൽ അധികമൊന്നും ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചില്ല. റയലിനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചത്. 2016 മുതൽ 18 വരെയും 2019 മുതൽ 21 വരെയും. അത് മതിയല്ലോ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഹാട്രിക് UCL കിരീടങ്ങളടക്കം അദ്ദേഹം അടിച്ചുകൂട്ടിയത്. ലാലിഗയിൽ 2 തവണ അദ്ദേഹം മുത്തമിട്ടു. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ 2 തവണ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ 3 തവണ അടുപ്പിച്ച് 2015, 16, 16, 17, 17, 18, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 2016 17, യുവേഫ സൂപ്പർ കപ്പ് 2016 17. അങ്ങനെ നിരവധി കിരീടങ്ങൾ അദ്ദേഹം റയലിനോടൊപ്പം നേടിയിട്ടുണ്ട്. ഇനി ഫ്രഞ്ച് പരിശീലകനായിട്ട് അദ്ദേഹം വരുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.